എനിക്ക് ആ ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ മരിക്കുമ്പോ ഇന്നെ അറിയുന്ന ആൾക്കാർക്ക് ഒരു ഞെട്ടലുണ്ടാവും. ഓ മരിച്ചു, ഒരു വിങ്ങല്. പിന്നെ അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇന്നെ കേൾക്കുന്ന ആൾക്കാരോ ഇനി എവിടെയോ കണ്ടു പറഞ്ഞ ആൾക്കാർക്ക് ഒരു വിങ്ങല്, ഓ മരിച്ചു. ആ ഒരു ദിവസം, ഒറ്റ ദിവസം മതി, ഒരു നീറ്റില്. അതായത് ഓർക്ക് ഫീൽ ഗുഡ് ആയി പോകാവുന്ന ഒരു ദിവസം നിന്റെ മരണ വാർത്ത കേട്ടാണ്ട് ഒരു സങ്കടത്തിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്തോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ, ഇതിനാ പഠിച്ചോനെ മണ്ണത്തിലോട്ട് വിളിച്ചത് ആരെയും അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാണ്. എന്തോ ഒരു കാര്യം വെറുതെ ഒരാളെ കുറിച്ച് നമ്മൾ ചോദിക്കില്ല, എന്തിനാ പഠിച്ചോനെ. ചില ആൾക്കാരൊക്കെ നമ്മൾ മരിക്കണം എന്ന് ആഗ്രഹിക്കും. ഖദീജ എന്ന് പറഞ്ഞ പുസ്തകത്തില് അബു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആളാ. അപ്പൊ അത് ക്യാൻസർ ആയിട്ട് ഭയങ്കരമായിട്ട് ശോഷിച്ചിരിക്കുന്ന സമയമാണ്. നമ്മളെയൊക്കെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാര് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോ പള്ളിക്കലൊക്കെ പ്രസംഗം ഉണ്ടാവും. ജീവിതമാണ് ഹൈറ് എന്നുണ്ടെങ്കിൽ ജീവിക്കാനും മരണമാണ് ഹൈറ് എന്നുണ്ടെങ്കിൽ ചില മനുഷ്യന്മാര് ഇത്ര ഇടങ്ങാറാക്കാതെ മരിപ്പിക്കണമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. സ്നേഹം കൊണ്ടാ. ചില മനുഷ്യന്മാരെ എന്തിനാ മരിപ്പിച്ചതെന്ന് നമ്മൾ ചോദിപ്പിക്കാറുണ്ട്. അത് സ്നേഹം കൊണ്ടാണ്. കലയത്താണ്. കലയത്ത് സ്ഥലപ്പേരല്ല, വീട്ടുപേരാണ്. പണ്ട് നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയത്ത് എന്ന് പറയുമ്പോൾ ഉപ്പാന്റെ അളാപ്പാരെയൊക്കെ അറിയാം. കാരണം ഉപ്പാന്റെ ഉപ്പ എനിക്ക് ഞാൻ എന്നെ പ്രസവിക്കുന്നതിന് കുറച്ചു മുമ്പ് മരിച്ചു പോയതാണ്. നമ്മുടെ ഈ സിനിമാ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, തീയതിയൊക്കെ കുറിച്ച് വെച്ചിട്ട് അവൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ എന്റെ പ്രസവം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15-നാണ്. സോ അങ്ങനെ ഞാൻ അതിന് വേറെ പറയാം. അപ്പോ എന്റെ ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ ഏകദേശം പ്രൊഡിക്ഷനിൽ മൂപ്പര് വെച്ചതും ഓഗസ്റ്റ് 15. മൂപ്പരുടെ ഡയറിയില് കുട്ടി ഇന്ന ദിവസമായിരിക്കും ജനിക്കുക എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് എപ്പോഴോ ഞാൻ കേട്ടൊരു അറിവ്. അപ്പൊ ഞാനൊരു സിനിമാറ്റിക് ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 15-നാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്റെ ഉമ്മാക്കും ഒരു പ്രസവത്തിന്റെ പരിചരണങ്ങളിൽ നിന്ന് അങ്ങനെയാണോ പ്രസവിക്കാൻ നിൽക്കുന്ന ഒരു ലേഡിക്ക് ഭയങ്കര പരിചരണം ആയിരിക്കുമല്ലോ, ആ ഒരു പരിചരണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. കാരണം എന്റെ ഉമ്മാക്ക് എനിക്ക് മുമ്പ് ഒരു പെൺകുട്ടി ജനിച്ചിരുന്നു. പ്രസവത്തിന് മരിച്ചുപോയി. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ പ്രസവമാണ് ഞാനെന്നുണ്ടെങ്കിലും കുടുംബത്തിലെ മൂത്ത കുട്ടി ഞാനാണ്. അപ്പൊ ഒരു എക്സ്ട്രാ കെയർ ഉണ്ടോ. ഉമ്മാന്റെ കുടുംബത്തിലും ഉമ്മയാണ് മൂത്തത്, വലിയപ്പമാരാണ് മൂത്തത്. ഉപ്പാന്റെ കുടുംബത്തിലും ഉപ്പയാണ് മൂത്തത്, വലിയപ്പമാരാണ് മൂത്തത്. അപ്പൊ മൂത്ത ആൾക്കാരെ മൂത്ത കുട്ടിയാണ് ഞാൻ. സോ ഒരു മൂപ്പ് കൂടുതലുള്ളതുകൊണ്ടും ആൾക്കാർക്ക് ഒരു ലാളനം കൂടുതലൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയാണ് ജനനം. മലപ്പുറം പൂക്കോട്ടൂർ പഞ്ചായത്തില് അറവങ്കരയാണ്. ഞാനൊരു ഓഫർ വന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയും പ്രൊഫഷണൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് എന്താ പണി ചോദിച്ചു. അപ്പൊ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് പണി കിട്ടിയെന്ന് പറയുമ്പോ ആദ്യം പ്രായം ആണല്ലേ, ഓക്കെ ശരി. അപ്പൊ ഇവർക്കൊക്കെ ഒരു കമ്പ്യൂട്ടറിനുള്ള പണിയാന്നുള്ള തോട്ട് മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാരാണെങ്കിൽ ആ ഒരു പാറ്റേൺ പറയും. അപ്പൊ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഹലോ ഗൈസ് സാധനമാണ്. അല്ലെങ്കിൽ അവിടെ വീഡിയോ എടുത്തൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ്. പ്രായമായവരാണെങ്കിൽ ആദ്യമൊക്കെ ആന്ന് പറയെങ്കിലും എന്താ പണി ഇത് മാറ്റിയിരുത്തി ചോദിക്കുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇന്നും കോപ്പി റൈറ്റർ എന്താണ്, കോണ്ടന്റ് ക്രിയേറ്റർ എന്താണ് എന്നറിയില്ല. സോ ഒരു അഡ്വർടൈസിങ് കമ്പനിയിലായിരുന്നു. അവിടെ ഇതേപോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, മോശമല്ലാതെ അഭിനയിക്കാൻ കഴിയുന്നുള്ള ധാരണയൊക്കെ എനിക്കുണ്ട്. കാരണം 5-ാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ സമയത്ത് അന്ന് ബെസ്റ്റ് ആക്ടർ ഞാനായിരുന്നു. അത് വലിയ സംഭവമൊന്നുമില്ല, കാരണം അന്ന് നടന്ന 2 നാടകം കൊണ്ടും വേറെ ആൺകുട്ടികളായിരുന്നു ബെസ്റ്റ് ആക്ടർ, അതുകൊണ്ട് ഞാനായി. സോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ സ്ക്രിപ്റ്റ് ചെയ്ത പുതിയ കോൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് ബിസിനസിന്റെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അന്ന് ടീച്ചർക്ക് വയറ്റിലുണ്ട്. അപ്പൊ ടീച്ചർ റെസ്റ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ടീച്ചർ എല്ലാ പോർഷനും തീർത്തിട്ട് എക്സാം നടത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് ഈ കോളേജും ഇലക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന സമയം. അപ്പൊ ടീച്ചർ ഞാൻ ലീവ് ആയിരിക്കും, കുറച്ച് മുമ്പേ നമുക്ക് എക്സാം ഒക്കെ നടത്തിയിട്ട് ഇന്റേണൽ മാർക്ക് തരാം എന്നുള്ള പറ്റുണ്ടായിരുന്നു. ആദ്യത്തെ എക്സാമിന് ഞാൻ കയറിയില്ല. രണ്ടാമത്തെ എക്സാമിന് ടീച്ചർ പറഞ്ഞു മാർക്ക് കുറഞ്ഞവർക്ക് കൂടാനും അതുപോലെ തന്നെ എഴുതാത്തവർക്ക് എഴുതാനും പറഞ്ഞിട്ട് തന്നു. രണ്ടാമത്തിന് കയറുന്ന സമയത്ത് ടീച്ചർ അതേ പറഞ്ഞു നസീഫ അല്ലെങ്കിൽ ഞാൻ ഇന്റേണൽ മാർക്ക് തരില്ല. സോ അങ്ങനെ വന്നു. ബിസിനസ്സിന് ഒരു ചോദ്യം ഇതായിരുന്നു, ഷെഡ്യൂൾഡ് ബാങ്ക് എന്താന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പൊതുവെ ഈ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ എഴുതി നമ്മൾ എസ് എ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. സോ ഞാൻ ഏകദേശം ആ ഒരു പരിപാടിക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചർ ഞാൻ കോടിയെത്തുമ്പോൾ നിന്നിട്ടാ പറയുന്നത്, അങ്ങനെ കുറെ നസീഫ് 40-37 കാണാൻ വലിയ ലുക്കില്ലെങ്കിലും മോശമില്ലാതെ പഠിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നുണ്ട്. സോ എന്നിട്ട് എന്നോട് പറഞ്ഞു 3 മാർക്ക് പോയത് എവിടെയാന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പം അറിയില്ല, എല്ലാത്തിനും ഉത്തരം അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ സ്കെഡ്യൂൾഡ് ബാങ്ക് എന്താന്ന് എഴുതിയിട്ടില്ല. പിന്നെ ബാങ്കിന്റെ പർപ്പസും കാര്യങ്ങളൊക്കെ സെയിം ആയതുകൊണ്ട്, അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒക്കെ സെയിം ആയതുകൊണ്ട് മാർക്ക് തരാതിരിക്കാനും വയ്യില്ല. ബാങ്കിന്റെ എന്താ, ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ എഴുതിയത് സ്കെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള എന്റെ സമയം തൊട്ടുള്ള സമയം മാത്രം ഉണ്ടാവും, അങ്ങനെ ഒരു ബാങ്ക് ഉണ്ടാവില്ലല്ലോ. എനിക്ക് അപ്പൊ അതാണ് പിന്നെ എല്ലാത്തിനും ഉത്തരം ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്താണ്, അതാണ് എൻ്റെ ഒരു എഴുത്തിലുള്ള കഴിവ് തന്നെ. പിന്നെ ഞാൻ സാഹിത്യപരമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ലവ് ലെറ്റേഴ്സ് മാത്രമാണ്. അതും എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു ക്ലാസ് ലീഡർ. അപ്പോ സ്കൂൾ പഠിക്കണം, അപ്പൊ അന്ന് ക്ലാസ് ലീഡർ ആണെങ്കിൽ കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിയാവും, പിന്നെ ടീച്ചർമാരുടെ കുറ്റായിരിക്കണം, മോശമില്ലാത്തൊരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഹാൻഡ് റൈറ്റിംഗ് നന്നായത് കൊണ്ട് എന്ത് ചെയ്തു, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട് ലവ് ലെറ്റർ എഴുതിപ്പിച്ചു. അന്നത്തെ ഈ കൗൺസിലിംഗ് നടത്തുന്ന ഒരു ടീച്ചർ ഉണ്ടാവുമല്ലോ, ടീച്ചറിൽ ഒരു അപ്പോയിന്റഡ് അന്ന് ഈ ലവ് ലെറ്റർ പിടിച്ചു. ലവ് ലെറ്റർ ഞാൻ എന്തൊക്കെ അന്ന് ഈ മറ്റേ നമ്മളെ പ്രേമും അതുപോലെ കാഞ്ചനമാലയൊക്കെ ക്ലിക്ക് അയക്കുന്ന സമയം, അപ്പൊ ഞാൻ അതും താജ്മഹലൊക്കെ വെച്ചിട്ട് ഒരു സാധനം എടുത്ത് കൊടുത്തു. അത് ഇവരെന്താ വെച്ചാൽ ഇവ കുറച്ച് അലമ്പൊക്കെ ഉണ്ട്, ഇവരത്ര പഠിക്കുന്നില്ല, ഹാൻഡ് റൈറ്റിംഗ് അക്ഷരത്തെറ്റൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. പിടിച്ചിട്ട് ഇവൻ എന്നെ പിടിച്ചു കൊടുക്കാത്തതുകൊണ്ട് മാത്രം അന്ന് ഞാൻ തെറ്റായിട്ട് നിന്നു. അതാണ് എനിക്ക് തുടക്കകാലത്തുള്ള ഒരു എഴുത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ കുറച്ച് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ 2019 ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചിതിരുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ, ചിതിരുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുന്നത്. അതിന്റെ ഫസ്റ്റ് വിൻഡോസ് സീറ്റുകാർക്കും മടുക്കില്ല, പക്ഷെ സ്ഥിരം കിട്ടിയോണ്ട് എനിക്ക് മടുക്കും. ഞാന് ഇതേപോലെ തന്നെയാണ്, അത്യാവശ്യം സംസാരിക്കും. അതുകൊണ്ട് ഏകദേശം അറവങ്കരെന്ന് കൊണ്ടോട്ടി വടയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പോകാനാണ്. ആദ്യം കൊണ്ടോട്ടിക്ക് എത്തണം, കൊണ്ടോട്ടിയിൽ നിന്ന് പിന്നെ എടവണ്ണ അരീക്കോട്ട് പോയി എടവണ്ണപ്പാറ പോകുന്ന റോഡ് ഒരു ബസ് ഉണ്ട്. ആ ബസ്സിനാണ് കോളേജിലുള്ള റോഡ്. അത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നിത്യം ഒരേ ക്ലീനർ കാണുന്നു, ഒരേ കണ്ടക്ടർ കാണുന്ന സമയമാണ്. മൂപ്പർക്ക് ഇപ്പോൾ വർത്താനം പറയാൻ വേറെ ആരും ഇല്ലാത്തതാണ്. മൂപ്പര് ഇങ്ങനെ ബസ്സിൽ വരുന്ന പോലൊക്കെ നോക്കിയിരിക്കണേ. മൂപ്പരെടുത്തൊരു 1000 ഉണ്ടെങ്കിൽ മൂപ്പര് വേറെ പോയി ചായക്ക് കുറിച്ച് ഇരിക്കൂലേ. മൂപ്പര് ചുറ്റുപാട് എന്തേ കാര്യം, ഞാൻ മൂപ്പരെ പ്രായത്തിന്റെ എന്തേ കാര്യം, അപ്പൊ ഞാനാണ് മൂപ്പര് എന്തേ കാര്യം ചിന്തിക്കുക. ഇങ്ങനത്തെ ഓരോ സാധനം വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചിന്തിക്കുക എന്നുള്ളൊരു സാധനം ഒബ്സർവേഷൻ തുടങ്ങുന്നത്. എന്നിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഞാനൊരു പേജ് വെറുതെ ഒരു കൗതുകത്തിന് അത് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ ഒരു വെറും ഇമേജ് മാത്രം കയറ്റി ഇടുന്ന ഒരു സമയത്താണ്. 2019 അത്രയേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം. ഇപ്പൊ ഈ റീലൊക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടി ആളുകൾ ആ ടിക്ടോക്കിലേക്ക് പോയതിന് ഒരു ബൂം വരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയാണ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ എൻ്റെ എഴുത്ത് ആദ്യമായിട്ട് ഞാൻ കോളേജ് വിട്ട് വരുന്ന സമയത്തും അതുപോലെ കോളേജിൽ പോകുന്ന സമയത്താണ് അതുപോലെ ഈ പരിപാടികൾ, എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഇത് കണ്ടിട്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ പിന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ അതെടുത്ത് സ്റ്റോറി ഇട്ടു. കഷ്ടകാലത്തിൽ സത്യം പറയാലോ അതൊരു പ്രണയമായിട്ട് ബന്ധപ്പെട്ട സാധനമായിരുന്നു. ഒപ്പം ചിതലുകളുന്നുണ്ട്, രസീഫുന്നുണ്ട്. കോളേജിൽ പോയപ്പോ ആ സാധനം വന്നപ്പോ ഇത് അതല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യണത്, ഞാനാണ് ഇത് എഴുതുന്നത് എന്നുള്ള രീതിയിൽ കോളേജിലൊക്കെ അറിഞ്ഞോളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എൻ്റെ എഴുത്തുകൾ ഭയങ്കര എന്ന് പറഞ്ഞവരുണ്ട്, എൻ്റെ എഴുത്തുകൾ മോശമാണ്, ഇങ്ങനെ എഴുതരുത്, എന്താ ചെയ്തി അങ്ങനെ ചോദിച്ചവരൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ആരെയും പേടിക്കണ്ട, നമ്മൾ സൊസൈറ്റിയിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എഴുതിക്കോളും, ആളുകൾ എന്ത് വേണമെങ്കിൽ വിചാരിക്കണം എന്താ നോക്കേണ്ടത് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ഞാൻ ഏകദേശം ഒരു 10-15 ആയതിനു ശേഷമാണ് എൻ്റെ ഫോട്ടോ ഡീപി ആയിട്ട് ഇടാൻ തുടങ്ങിയത്. അതുവരെ ചിതലുകൾ എന്ന് പറഞ്ഞുള്ള ഒരു ടൈപ്പോഗ്രഫി ഞാൻ തന്നെ ഉണ്ടാക്കി വേറെ പേരും തന്നെ ചിതലുകൾ എന്ന രീതിയിലാണ് പറഞ്ഞു. ഇപ്പോൾ നസീഫ് കലയിൽ ചിതലുകൾ എന്നാണ് അങ്ങനെയുണ്ട് അതിൻ്റെ പേര്. അപ്പോൾ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഞാനത് എൻ്റേത് മാത്രമായിട്ടുള്ള ബ്രാൻഡിങ് നടത്തുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം ആൾക്കാരെ കത്തിക്കുന്ന ആളാണ്. ഒന്ന് പൊക്കി അടിച്ച് മോട്ടറാക്കാന്നൊക്കെ അറിയില്ല നമ്മൾ അങ്ങനെ. അപ്പൊ എന്നോട് ഇടക്കാലത്ത് എൻ്റെ ഒരു ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി ചോദിച്ചു, എന്തുകൊണ്ട് ഷോർട്ട് സ്റ്റോറീസ് എഴുതുക,
ഞാൻ പിന്നെ നമ്മൾ ഇന്നെ ഒന്ന് കളിച്ച് നോക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്തായാലും കത്തിപ്പോയി എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ 1-2 ഞാൻ എന്ത് ചെയ്തു, ഒരു എഴുത്തുകൾ എഴുതാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ എനിക്ക് അതിന് ശേഷം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എഴുത്തിലുള്ളത്. അപ്പൊ അങ്ങനത്തെ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതിയതായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മളൊരു വെറൈറ്റി എഴുതണം എന്നുള്ള, അതായത് ആൾക്കാർ, ഞാൻ ഏകദേശം ഒരു 8 മാസം എടുത്തിട്ട് പുസ്തകം എഴുതി. ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം വായിക്കുന്നത്, ഒരു മലയാള പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ആ ഒരു സമയത്താണ്. അതായത് പുസ്തകം നമ്മളിപ്പോ, ഞാൻ കോഴിക്കോട്ടേക്ക് ബീച്ചിൽ എന്നും വരുന്ന ആളാണ്. എന്നിരുന്നാലും നമുക്ക് രാമനാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് കൂടെയോ ആ ഭാഗത്ത് കൂടെയോ ഷോർട്ട് കാണിച്ചിരുന്നാൽ പലപ്പോഴും വന്ന് പോയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. എന്നാലും ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കും, ഇതിൽ കൂടെ തന്നെയാണ് പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏതൊരാളും ചിലപ്പോൾ നമ്മൾ അറിയാത്ത ചെറിയൊരു ഷോർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കും. അതേപോലെ പുസ്തകം പൗതി എഴുതിയപ്പോഴാണ് എനിക്ക് ഒരു ബോധവത ഉണ്ടായി, ഞാൻ തന്നെയാണ് പുസ്തകം എഴുതിട്ട്. കാരണം ഞാൻ നിത്യം വായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ദെൻ ഫെബ്രുവരി 14 എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തു. ഇന്ന് ജനുവരി എത്ര, 2-3-4 ഡിസംബർ 14 കുട്ടികളും ഡിസംബർ 14 ഏകദേശം 10 മാസമായി. 1,00,000 കോപ്പി വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ 1,00,000 പുസ്തകങ്ങൾ ഖദീജയാണ് കൂടി അടുത്ത ആരും പറഞ്ഞു കേട്ട്. ഏറ്റവും നമ്പർ 1 ഖദീജയാണ്. ഇടക്കാലത്ത് 2ാം സ്ഥാനം വന്നിരുന്നത് രാത്രി 12-ന് ശേഷം ഫെയിലിംഗ് നടത്തിയ പുസ്തകമായിരുന്നു. അന്ന് 30,000 കോപ്പി കിട്ടിയ പുസ്തകം എന്ന് പറയുന്നത്. അതായിരുന്നു അന്ന് 2ാം സ്ഥാനത്ത്. 1ാം സ്ഥാനത്ത് 2 പ്രാവശ്യം ഖദീജയായിരുന്നു. അപ്പൊ എന്നോട് ഇവരിത് വിളിച്ചു പറയുമ്പോൾ ഇവരൊന്നും ഇന്ത്യൻ ഏറ്റവും നസീബിന്റെ പുസ്തകം ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ അത് ചെറിയ കാര്യമില്ല. ഞാൻ നാട്ടിൽ ഓണൊക്കെ നടക്കുന്ന നാട്ടിലാണ്. ദുബായില് നമ്മളെന്താ ഒന്ന് പണിയെടുക്കുന്നത് നടന്നു. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പൊതുവെ ഹിന്ദി പുസ്തകങ്ങളും ഇംഗ്ലീഷ് പുസ്തകങ്ങളുമാണ് ഇന്ത്യ ടോട്ടലി ടോപ്പ് സെല്ലിങ് ആവാറ്. മലയാളം പുസ്തകങ്ങൾ വളരെ റയറാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. ഇടക്കാലത്ത് സെല്ലിങ് വരാറുണ്ട്, പക്ഷെ ടോപ്പ് സെല്ലിങ് വരാറ് വളരെ കുറവാണ്. അതായത് ഒരു ലിമിറ്റഡ് സമയത്തുള്ള ടോപ്പ് സെല്ലിങ് വരാറ്. അപ്പോൾ അതൊക്കെ റെഡെക്സ് ഫറൂഖിൽ റെഡെക്സിൽ പങ്കെടുക്കാൻ പറ്റി. ബഹ്റൈൻ ഇന്റർനാഷണൽ ഫെസ്റ്റിൽ പങ്കെടുത്തു. ഞാൻ എൻ്റെ കോളേജിലേക്ക് തന്നെ ഗസ്റ്റ് ആയിട്ട് പോയി, എൻ്റെ സ്കൂൾക്ക് ഗസ്റ്റ് ആയിട്ട് പോയി. അപ്പോൾ അടുത്തടുത്തുള്ള കോളേജുകളും സ്കൂളിലൊക്കെ നടന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നു. ബ്രേക്ക് എടുത്തിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ റിസൈൻ ഇട്ടിട്ടാണ് വന്നത്. ഞാൻ ഏകദേശം 1.5 വർഷത്തിനടുത്ത്, 1 വർഷം 1.5 വർഷത്തിൽ, എസ്പെഷ്യലി റിട്ടേൺ ഫോം, ഇതാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ഇമോഷൻസിനെയും ഐഡിയാസിനെയും ചിന്തകളെയൊക്കെ ഭാഷയിലൂടെ കാണിക്കുന്നത്, അത് എഴുതി കാണിക്കുന്നതിനെയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സിംപ്ലി ലൈഫ് ഈസ് റിട്ടേൺ, ജീവിതം എന്താണോ അത് എഴുതപ്പെടുന്നതിനാണ് സാഹിത്യം എന്ന് പറയുന്നത്. കഥകളൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ പോയിരുന്നത് എന്ന് പറഞ്ഞു ഇന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ തൊട്ട് ഞാൻ ഒരു സാഹിത്യകാരനാണെന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നു. ഒരു സ്റ്റോറി ടെല്ലർ എന്ന അപ്പുറത്തേക്ക് സാഹിത്യകാരനാണെന്ന് പറയാൻ എനിക്കും പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന രീതിയിൽ പറഞ്ഞു വെച്ചു. സോ അതായിരുന്നു ഒരു ലിറ്ററേച്ചർ ആയിട്ടുള്ള എൻ്റെ കണക്ഷൻ. ഇപ്പൊ ചോദിക്കുമ്പോൾ കടുകട്ടിയുള്ള വാക്കുകൾ ചോദിക്കാതിരിക്കുക, എനിക്ക് അത്രയും അറിയില്ല. ടെഡെക്സിന് പോയ സമയത്ത് അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. എൻ്റെ സ്പീച്ച് കഴിഞ്ഞപ്പം പ്രിൻസിപ്പാൾ പയ്യനോട് ചോദിച്ചു, ആള് ഹാൻഡിക്യാപ്ഡാണ്. അപ്പോൾ ആളോട് ചോദിച്ചു, നസീഫിന്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങളുടെ എഴുത്തിന്റെ ഭംഗി എന്താണ് എന്ന് ചോദിച്ചു, നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന മാജിക് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ വരെ നോക്കുക, ഇതെന്ത് പറയണത്? കാരണം എന്റെ സംസാരത്തെ കുറിച്ച് പറയുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് പറഞ്ഞെടുത്തത്. പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ സാർ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് കുറച്ച് വാക്കുകളെ അറിയൂ, ആ വാക്കുകളെ എനിക്ക് കരയാൻ പാകത്തിന് ഞാൻ എഴുതി വെക്കുന്നു, എനിക്ക് ജീവിക്കാൻ പാകത്തിന് ഞാൻ എഴുതി വെക്കുന്നു, അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് നസീഫിന്റെ സംസാരങ്ങൾ. ഓവർ കടുകട്ടിയൊന്നുണ്ടായിരുന്നു. അത് പറഞ്ഞതിനെ കുറച്ചും കൂടി ഒരു രസമുള്ള രീതിയിൽ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ പൊതുവെ പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും ബഹ്റൈൻ ഫെസ്റ്റിന് പോയ സമയത്ത്, ഷാർജ ഫെസ്റ്റിന് പോയ സമയത്ത് പുസ്തകം മുമ്പേ റിലീസ് ചെയ്തിരുന്നു. എന്നിരുന്നാലും കൈമാറുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഒരു വേറെ എഴുത്തുകാർ തമ്മിൽ നടുവിൽ ഞാനിങ്ങനെ നിന്നിട്ട് എൻ്റെ പുസ്തകം അങ്ങോട്ട് കൈമാറുന്നു പരിപാടി. അപ്പൊ ഇവര് സംസാരിക്കുമ്പോൾ ഇവര് വലിയ എഴുത്തുകാരെ കുറച്ചും പണി,
പേരുകൾ പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ ഇവര് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, പണ്ട് ചേതൻ ഭഗത്തിന്റെ എഴുത്തുകൾ മരിച്ചുപോയി എന്ന് പറയുന്ന സമയത്ത് ആണ് ചേതൻ ഭഗത്തിന്റെ എഴുത്തുകൾ വരുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇതൊക്കെയാണ് എഴുത്ത്, ഇതൊക്കെ പൈങ്കിളിയല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തുകളും അന്ന് വിറ്റുപോയിരുന്നു, ഇന്നും വിറ്റുപോകുന്നു. സോ പുതിയ എഴുത്തുകാരുടെ എഴുത്തുകളും ഇന്ന് ഒരുപാട് വിറ്റുപോകുന്നു. അപ്പൊ ഞാനിതിങ്ങനെ കേൾക്കുന്നുണ്ട്, ഇതൊരു വിമർശനാണെന്ന് മനസ്സിലാക്കാൻ, ആള് പറഞ്ഞത് വിമർശനമാണെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് എനിക്ക് വലിയൊരു വിവരമില്ലായ്മ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും. നമ്മൾ സദസ്സിലിരിക്കുമ്പോൾ അടുത്തുള്ള ഒരാള് വിമർശിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ. അപ്പൊ ഞാനിതിങ്ങനെ ഇരുന്ന് പിന്നെ ഇതിങ്ങനെ ഒന്ന് സർക്കിട്ട് സർക്കിൾ ചെയ്ത് വന്ന് അടുത്ത ആള് പുസ്തകം പരിചയപ്പെടുത്തുന്ന ആളുടെ ഇതിപ്പോൾ പറഞ്ഞു, ആള് സംസാരിച്ചു, പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തുകൾ ഉണ്ടായിരുന്ന സമയത്ത് വൈക്കത്തിന്റെ എഴുത്തുകൾ ക്വാളിറ്റി ഇല്ലാത്ത എഴുത്തുകളാണ്, ഇതാണോ സാഹിത്യം എന്ന് ചോദിച്ചിരുന്ന ഒരു സാഹിത്യ ലോകം കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല സാഹിത്യകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കുട്ടി തൊട്ട് ഏറ്റവും പ്രായമായവർ പറയുന്ന ഒരേ ഒരാൾ വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു. ഒരു ബഷീറിയും പുസ്തകങ്ങൾ വായിക്കാത്ത ഒരു വായനക്കാരനും ഇന്നത്തെ കാലത്ത് നസീഫിനെ പോലത്തെ എഴുത്തുകൾ ഉണ്ടാവട്ടെ, റാംകേറിനെ പോലത്തെ, നിമ്നെ പോലത്തെ ആളുകൾ ഉണ്ടാകട്ടെ, അഖിലിനെ പോലത്തെ ആളുകൾ ഉണ്ടാകട്ടെ, എഴുത്തുകൾ വികസിക്കട്ടെ, ആളുകളിലേക്ക് കൂടുതൽ എഴുത്തുകൾ എത്തട്ടെ. മൂപ്പര് കുറച്ചും കൂടി ഒരു ഏതോ ഒരു ലൈൻ എടുത്താണ്. ഇപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞ എങ്ങനെയാണ്, എഴുതുമ്പോൾ എനിക്കൊരു 3 പ്രാവശ്യം വായിച്ചു നോക്കാം. സംസാരിക്കുന്ന സമയത്ത് ചേച്ചി ചോദിക്കുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെയാണ് ചേച്ചി ഇന്നതാണ് ചോദിക്കുന്നത് എൻ്റെ മൈൻഡിൽ പ്രോസസ്സ് ചെയ്യാനുള്ള സമയം. പിന്നെ എനിക്ക് 2 സെക്കൻഡ് മാക്സിമം പോയി എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് ഉത്തരം തരണം. അപ്പോൾ തെറ്റുകൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് എൻ്റെ സംസാരത്തിലാണ്. പക്ഷെ സംസാരമാണ് ഞാൻ. എഴുത്ത് പലപ്പോഴും ഞാൻ തന്നെ വിനിക്കിയിട്ടുള്ള എന്നോടുള്ള സംസാരങ്ങൾ മാത്രമാണ്. ഞാൻ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഫ്രം മൈ ഹേർട്ട്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കാതെ കുറേ സാധനം വന്നു കഴിയും. ഇപ്പം അടുത്ത മൊമെന്റിൽ നിങ്ങളോട് സംസാരിക്കാൻ നേരിട്ട സമയത്ത് പോലും ഇനി 2 കഥ പറഞ്ഞിട്ട് അപ്പം നിൽക്കുന്നത്. ഇപ്പം ഞാൻ നിർത്താൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അടുത്ത കഥ വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ പേഴ്സണലി മറ്റേ ബബ്ബപ്പ സിനിമയല്ല ഇനി കൂടി സംസാരിക്കാം. തന്നെ കണ്ടക്ടർ ബസ്സിന് പൈസ വാങ്ങിയോ? ഞാൻ ഇരുന്നിട്ട് വാങ്ങിയത്. എൻ്റെ അടുത്ത് ആരെയും ഇരുന്നിനത്? ഒരു വയസ്സായ കാക്കി ഇരുന്നിനത്. എന്നിട്ട് മറ്റോട് കുറേ നേരം തിരിച്ചിട്ടോ? ഇല്ല, പെട്ടെന്ന് പോയി. ബസ്സിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. ഈ അവിടെ പെരലെത്തിയപ്പോ ആടെ ഫസ്റ്റ് വെല്ലുമച്ചിയാണോ ഫസ്റ്റ് അന്നെ കണ്ടത്? ആ, വെല്ലുമച്ചിനെ കണ്ടത്. വെല്ലുമച്ചിക്ക് തിരി പണി പറയും. ഇവിടെ എത്തി ചോദിച്ചു, എന്നെ ചോദിച്ചില്ല വെല്ലുമച്ചി. ഇവിടെ അതേപോലെ തിരിച്ചെത്തുന്ന വരെയുള്ള കഥ വേണം. എന്റെ ഉമ്മ പറയുകയാണെങ്കിലും ഇതേപോലെയാ. ഇപ്പൊ അടുത്ത് ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയി. സംഭവം ഒരു മുകളിൽ പോയിട്ട് താഴെ പോയിട്ടില്ല, മുകളിലേ കണ്ടുള്ളൂ. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാല് മുകൾക്ക് കയറാൻ ബുദ്ധിമുട്ടെന്ന് ആരോ പറഞ്ഞു. ഉമ്മ എങ്ങനെ പറയാം, ഞങ്ങള് പോയിനു, ഞങ്ങൾ മുകളിൽ പോയിന്. പിന്നെ അവിടുന്ന് ഒരാള് കാക്ക മൂപ്പര് ഇന്ന സ്ഥലത്തുള്ള ഒരു ഫാമിലി ആയിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ മറ്റേ ഇയർപോഡൊക്കെ വെച്ച് ചാടി കുളിക്കാൻ പറയും. ഞാൻ ഇത് പൗസ് ആക്കിട്ടു. ഇത് തിന്നുമ്പോ ആണ് നമ്മള് യൂട്യൂബ് ആണല്ലോ. അപ്പൊ അപ്പൊ ഞങ്ങളിങ്ങനെ ചായ കുടിച്ചപ്പോഴേ ഞങ്ങൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ വർത്താനത്തിന് നമ്മൾ അടിയേക്ക് ഇറങ്ങിയിട്ട് എന്നുള്ള സാധനം അപ്പൊ മൂപ്പരാണ് നമ്മോട് പറഞ്ഞത് അവിടെ ഇങ്ങനെ ഒഴുക്കുണ്ട്, അപ്പൊ അങ്ങനെ ഇറങ്ങാൻ പറ്റൂല. അമ്മ ഒന്ന് ചുരുക്കിയിട്ട് നിങ്ങൾ താഴ്ച കണ്ടില്ല എന്നുള്ളത് അർത്ഥം അത്രയും മതി. എനിക്ക് അത് ഇത്രയും വേണ്ട. അതായത് ഉമ്മ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സാധനം എനിക്ക് കൃത്യമായിട്ട്, അതായത് നമ്മള് അനുഭവിക്കുന്നവരെ നമ്മള് കെട്ടുകഥകളാണ് നമ്മൾ പറയുമല്ലോ ഒരു അനുഭവം. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ള സാധനം എന്താ വെച്ചാല്, എൻ്റെ ഒരു അനുഭവം നിങ്ങൾ കേട്ട് ആ അനുഭവം നിങ്ങൾ കേൾക്കുന്നതോട് കൂടി അത് നിങ്ങളുടെയും കൂടി അനുഭവമായിരുന്നു. അപ്പൊ എൻ്റെ ഫേസ് അവിടെ പലപ്പോഴും നിങ്ങൾക്ക് വരില്ല. ഞാൻ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ +2 10ാം ക്ലാസ് വെറുതെ വന്നു. അപ്പൊ നമ്മുടെ തന്നെ ജീവിതമായിട്ട് ഒരു അനുഭവം നമ്മൾ കേൾക്കുന്നവരെ നമ്മൾ പറയുന്നവരെ മാത്രമാണ് ഞങ്ങൾക്ക് മാത്രം. നമ്മളൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആളുടെയും കൂടിയാണ് അത് വരും. നാളെ അങ്ങനത്തെ ഒരു കഥ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ആയിട്ട് ഊതും. അതാണ് ഈ പരമാവധി കേറട്ടെ അല്ലെ. നമ്മള് ലളിത പറഞ്ഞ പോലെ സൗഹൃദത്തെ പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചതാവാം ആ കാലഘട്ടത്തിൽ. പ്രണയം എന്താണെന്ന് അറിഞ്ഞത് ഖദീജയിലൂടെയാണ്. അതാണ് അതിന്റെ ആൻസർ. നമ്മള് അഫ്കോഴ്സ് നമ്മുടെ ലൈഫില് പല മനുഷ്യന്മാർ വന്നിട്ടുണ്ടാവും. പ്രണയത്തെ നിർവചിക്കുന്ന മനുഷ്യന്മാർ വളരെ ചുരുക്കമുള്ളൂ. എല്ലാ മനുഷ്യന്മാർക്കും എല്ലതും ആകാൻ പറ്റില്ല. നമ്മൾ ലോകത്ത് ഇത്ര മനുഷ്യരെ ഇന്നൊരു പെൺകുട്ടി
മെസ്സേജ് അയച്ചു. എന്നോടൊന്നും നമ്മള് 10ാം ക്ലാസ് ഇൻസ്റ്റാഗ്രാം അയച്ചു ഒരുമിച്ച് പഠിച്ചിരുന്നു. എനിക്ക് ആണോ എന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ട്, എനിക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ അങ്ങട്ട് എന്റെ പുസ്തകമൊക്കെ ഞാൻ എഴുതി തരുന്നുണ്ടായിരുന്നു. എനിക്ക് ഡയറിയൊക്കെ വാങ്ങി അതിന്റെ ഹാൻഡ്. അപ്പൊ എനിക്ക് ഓക്കെ, അപ്പൊ എനിക്ക് ആ ഒരു സിനാരി വെച്ചിട്ട് മനസ്സിലായി. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കിട്ടുന്നത്. അപ്പൊ നോക്കുമ്പോ എൻ്റെ ഒരു മുഖച്ചായ കാണില്ല. അപ്പോഴാണ് ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചു നോക്കിയത്. അപ്പൊ നമ്മൾ ഓർക്കപ്പെടുന്ന മനുഷ്യന്മാർ പറഞ്ഞാൽ എന്തെങ്കിലും സിനാരി ഉണ്ടെങ്കിൽ ഓർക്കുള്ളൂ. ഞാൻ +2 പോകുന്ന +2 ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒപ്പമുള്ള ഏതെങ്കിലും കുട്ടികളൊക്കെ ഡിഗ്രിക്ക് എൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കുറെ ഞാൻ എൻ്റെ കോളേജിൽ ചേർക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. ഈ പൊളിറ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഈ ചെറിയ ചെറിയ കോട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്നും നടന്നില്ല. പിന്നീട് ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ആരുമല്ല, അവരുടെ ഒരു കണക്ഷൻ. അതായത് നമ്മൾ എടുത്തു കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പിന്നീട് നമ്മുടെ ലൈഫിൽ വലിയ വാല്യൂ ഉണ്ടായിക്കണമെന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് അക്രമിനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് തമ്മിലോ ഓന് ഞാനും കോളേജിൽ നിന്നാണ് പരിചയപ്പെടുന്നത്. എൻ്റെ കോളേജിലല്ല, NSS വഴിയാ പരിചയപ്പെടുന്നത്. എൻ്റെ വീട് മലപ്പുറത്ത് പൂക്കോട്ടൂരും ഓൻ്റെ വീട് തിരൂർ ആലത്തിയൂരാണ്. ഏകദേശം 7 വർഷമായിട്ട് ഓൻ്റെ ഒപ്പം ഉണ്ട്. ഒരു വകക്കും ഞങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവേണ്ട ആളല്ല. പക്ഷെ ലൈഫിൽ അത്രയും ലോങ്ങുള്ള ഓന എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. +2 എൻ്റെ ഒപ്പം ഒരേ ബെഞ്ചിലിരുന്ന ആൾക്കാർ പോലും ഒരേ ബെഞ്ചിൽ അപ്പുറത്ത് ഇരുന്ന് അന്ന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പ്രണയം പൊട്ടി ഓൻ മൂക്കൊലിപ്പിച്ച് കരഞ്ഞു എടുത്ത് എൻ്റെ ഇവിടെ തൊട മൊത്തം ഓന് ചീരാപ്പും കണ്ടീലുമായിട്ട് ഇരുന്ന ഓന് ഇപ്പോൾ ഞാൻ ഹായ് പോലും അയക്കുന്നില്ല ഓനോട്. ഓൻ അന്ന സങ്കടത്തിൽ ഞാൻ ഓൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ഓനോട് ഞാൻ ഹായ് പോലും അയക്കുന്നില്ല. ഇതൊന്നും ഇല്ലാത്ത അക്രമിയോട് ഞാൻ ഹായ് അയക്കുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. ലൈഫിൽ എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്മാരും ഉണ്ട്. ചില നമ്മൾ സിനിമയെ കാണും. ഇപ്പോൾ ആൻമേരിയെ കളിപ്പിക്കാന്ന് പറഞ്ഞ സാധനം സിനിമ ഉണ്ടല്ലോ, അതിൽ ദുൽഖർ സൽമാൻ വരുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ അതേപോലെ ഗസ്റ്റ് റോൾ വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. എല്ലാ മനുഷ്യന്മാർക്കും ഒരേ ലെവലിലായിരിക്കും ഗസ്റ്റ് റോൾ ഉണ്ടായിരിക്കും. പെർമനന്റ് ആയിട്ട് വരുന്ന മനുഷ്യന്മാർ വളരെ ചുരുക്കമുള്ളൂ. ആ മനുഷ്യന്മാരെയാണ് നമ്മൾ എന്താ പറയുക, നമ്മളെ മനുഷ്യന്മാരെന്ന് പറയുന്നത്. എല്ലാ മനുഷ്യന്മാരും നമ്മളെ മനുഷ്യന്മാരല്ല. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യന്മാരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മനുഷ്യന്മാരും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളെ വേദനിപ്പിച്ച മനുഷ്യന്മാർ, വെറുതെ കണ്ടു പറഞ്ഞു പോയ മനുഷ്യന്മാർ, നമ്മൾ കേട്ട മനുഷ്യന്മാരൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കാത്ത മനുഷ്യന്മാരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയുന്നത്, നമ്മൾ ഇന്ന് ഒരു ബസ്സിൽ പോവാം, നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന മനുഷ്യന്മാരെ തന്നെ. ഇപ്പം ഞാൻ ഒരു വർഷം മുമ്പ് ഇന്റർവെല്ലിലേക്ക് എന്നും എൻ്റെ വീട്ടിൽ നിന്ന് അരീക്കോട്ടേക്ക് പോകുമായിരുന്നു. പോകുന്ന സമയത്ത് എളയൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മഞ്ചേരി അരീക്കോട്ട്. പോകുമ്പോൾ 2 ചേച്ചിമാരിങ്ങനെ എളയൂരെത്തുമ്പോൾ ഇറക്കിറങ്ങി വരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ആ ചേച്ചിമാർ ആ പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ചേച്ചിമാർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, ഞാനും നേരത്തെ കറക്റ്റ് സമയം ഞങ്ങൾ ആ ഒരു സിങ്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങി നിങ്ങൾക്ക് ബോധ്യമുള്ള സമയത്ത് ചേച്ചിമാർ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ വൈകി ആ പോസ്റ്റിൽ എത്തിയിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ചേച്ചിമാരെന്തോ ലേറ്റ് ആയിരിക്കുന്നു. പോസ്റ്റ് കഴിഞ്ഞ് വരുന്ന ചേച്ചിമാർ ചിലപ്പോൾ 2 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ടാവും. ഇനി ഞാൻ നേരം വൈകിട്ട് ചിലപ്പോൾ നമ്മൾ ബൈക്ക് ബുക്ക് സമയം നോക്കില്ലല്ലോ, ഞാൻ വെച്ച് പിടിക്കുകയാണ്. ചേച്ചിമാർ ആ പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഏകദേശം മനസ്സ് കണക്ക് കൂട്ടും, ഏകദേശം ഞാൻ ആ സമയത്തിനോട് ഈക്വൽ ആയിട്ടുള്ള സമയത്തിലേക്ക് സ്പീഡോട് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഓരോട്ട് സംസാരിച്ചിട്ടുണ്ടോ, ഇന്നിപ്പോൾ ഞാൻ ഓരോ മെൻഷൻ ചെയ്തു. നാളെ പോയിട്ട് അത് ചേച്ചി തന്നെ ആരടാ നീ ചോദിക്കൂലേ. പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നില്ല. നമ്മൾ കാണുന്ന മനുഷ്യന്മാർ, നമ്മൾ അറിയുന്ന മനുഷ്യന്മാർ, ചിരിക്കുന്ന മനുഷ്യന്മാർ. നമ്മൾ ബസ് പോകുന്ന, ഞാനെന്നും ബസ് പോകുമ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ബസ് പോകുമ്പോൾ കടല വിൽക്കുന്ന കാക്കുണ്ടാവും കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ. കാക്കുന്നതിന് വന്നിട്ട് ആണോ കുട്ടിയെന്ന് ചോദിക്കും, ചിലപ്പോൾ ഒക്കെ വാങ്ങും. എന്നും അറ്റൻഡൻസ് ഉണ്ടെന്ന പോലെ മൂപ്പര് വന്നിട്ടില്ലെങ്കിൽ ഒരു 2 ദിവസം മൂപ്പര് വന്ന് ഞാൻ മൂപ്പരെ കുറിച്ച് ആലോചിക്കില്ല. ഒരു ദിവസം നമ്മൾ അയാളെ കണ്ടിട്ട് നമുക്ക് വല്ല കമ്മിറ്റ്മെന്റും ഉണ്ടാവും ഇല്ല, നമ്മൾ ആലോചിക്കും അവിടെ ചെരുപ്പ് കുത്തുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. നമ്മൾ 2 ദിവസം നമ്മൾ ഇന്ന ഒരാൾ ചെരുപ്പ് കുത്തിയിട്ടല്ല ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ബസ് എന്ന് പറയുന്നത് പ്രണയത്തിന്റെ പുസ്തകമല്ല. ഞാൻ ഹ്യൂമൻ റിലേഷൻ ഒക്കെ കൂടുതൽ ആൾക്കാർക്കും ഈ പ്രണയമാണ് കണക്ട് ആയത് എന്നുള്ളത്. ഓർക്ക് എല്ലാവരും പ്രണയിച്ചിട്ടുണ്ടാവും, ഓർക്ക് പ്രണയം കണക്ട് ആയത്. സോ ഓരോ തമ്മിൽ മനസ്സിലാക്കിയിട്ടുള്ള പറഞ്ഞത് ഡെഫിനേഷൻ അതെല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. വേറെ
എന്റെ അവസ്ഥയാണ്. എന്റെ അപ്പുള്ള വീടെടുക്കുക, ഞാൻ ഓനെ മൈൻഡ് ചെയ്യാതെ പോയി. ഞാൻ മരിച്ച മനുഷ്യൻ തന്നെയാണ്. കാരണം ഞാൻ ഉണ്ടെങ്കിൽ അവനെ കൈ കൊടുക്കണം. ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മരിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് അവന് കൈ കൊടുക്കാൻ പറ്റാത്തുണ്ടാവണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കൈ കൊടുക്കണമെങ്കിൽ എന്താ മരിച്ച മനുഷ്യൻ തന്നെയാണ്. നമ്മൾ ജീവിക്കുന്നു എന്നുള്ള അർത്ഥം എന്താ? നമ്മൾ അടുത്തുള്ള മനുഷ്യനെ നമ്മൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നുണ്ടെന്നുള്ള തോന്നലാണ്. പിന്നെന്തായാലും നമ്മളൊക്കെ മരിക്കുമ്പോൾ പഠിച്ചവരോട് നാലാൾക്കാരെ ചോദിക്കണം. എനിക്ക് ആ ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ മരിക്കുമ്പോൾ ഇന്നെ അറിയുന്ന ആൾക്കാർക്ക് ഒരു ഞെട്ടലുണ്ടാവും. മരിച്ചു ഒരു വിങ്ങില്, പിന്നെ അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇന്നെ കേൾക്കുന്ന ആൾക്കാരോ ഇനി എവിടെയോ കണ്ടു പറഞ്ഞ ആൾക്കാർക്ക് ഒരു വിങ്ങില് മരിച്ചു. നമ്മൾ ചില ഉമ്മാരൊക്കെ പറഞ്ഞ അത് വെറുതെ നമുക്ക് ഇനി പരിചയമൊന്നുണ്ടല്ലോ. പക്ഷെ ആ ഒരു വിങ്ങില് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നമുക്ക് വിങ്ങിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളോടോ ജീവിക്കും, അയാൾ ജീവിച്ചു എന്നുള്ളതിനെ അറിഞ്ഞു. എൻ്റെ ഫ്രണ്ട് ഇതിനകത്ത് സൂയിസൈഡ് ആയിരുന്നു. ഞങ്ങൾ അതിന് ശേഷം കൂടിയ സമയത്ത് ഒരു ചങ്ങായി ചോദിച്ചു, എന്നാലും ആ നായി ചെയ്തില്ലായിരുന്നു. നായി എന്നാ വിളിച്ചത്, പക്ഷെ പറഞ്ഞത് സങ്കടം കൊണ്ടാണ്, അവൻ ജീവിച്ചതുകൊണ്ടാണ്. നമ്മൾ ജീവിച്ചു എന്ന് പറയാം, നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രണ്ട് കാര്യം വേണം. ഒന്നെങ്കിൽ ഒരു വിങ്ങി, ആ ഒരു ദിവസം, ഒറ്റ ദിവസം മതി ഒരു നീറ്റിന്. അതായത് ഓർക്ക് ഫീൽ ഗുഡ് ആയി പോകാവുന്ന ഒരു ദിവസം എൻ്റെ മരണ വാർത്ത കേട്ടാണ്ട് ഒരു സങ്കടത്തിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇതിനാ പഠിച്ചോനെ നമ്മളെത്ര അവിടെ നിന്ന് വിളിച്ചത് ആരെയും അവളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനസ്സിലാണ്. എന്തോ ഒരു കാര്യം പുറത്ത് ഒരാളെ കുറിച്ച് നമ്മൾ ചോദിക്കില്ല, ഇതിനാ പഠിച്ചോനെ. ചില ആൾക്കാരൊക്കെ നമ്മൾ മരിക്കണം എന്ന് ആഗ്രഹിക്കും. ഖദീജ എന്ന് പറഞ്ഞ പുസ്തകത്തിന് അബു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആളാപ്പാക്ക് ക്യാൻസർ ആയിട്ട് ഭയങ്കരമായിട്ട് ശോഭിച്ച് നിൽക്കുന്ന സമയമുണ്ട്. നമ്മുടെയൊക്കെ വലിയ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ പള്ളിക്കലൊക്കെ അങ്ങനെ പ്രസംഗം ഉണ്ടാവും. ജീവിതമാണ് ഹയർ എന്നുണ്ടെങ്കിൽ ജീവിക്കാനും, മരണമാണ് ഹയർ എന്നുണ്ടെങ്കിൽ മരിക്കും. ചില മനുഷ്യന്മാർ ഇത്ര അടങ്ങാറാക്കാതെ മരിപ്പിക്കണമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്, സ്നേഹം കൊണ്ടാണ്. ചില മനുഷ്യന്മാരെ എന്തിനാ മരിപ്പിച്ചതെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, അത് സ്നേഹം കൊണ്ടാണ്. ചില മനുഷ്യന്മാർ മരിച്ചുകൂടെ നമ്മൾ ചോദിക്കാറുണ്ട്, വെറുപ്പുകൊണ്ടേക്കാറുണ്ട്, ലുബിൻ്റെതുണ്ട്. ഒരേ ചോദ്യത്തിനെ രണ്ട് രീതിയിലാക്കാം. ഒരു കഥ പറഞ്ഞാലോ, ലോകത്ത് അപ്പോ അങ്ങനെ അയാളുടെ വാർദ്ധക്യത്തിന് അയാളൊരു പ്രഖ്യാപനം നടത്തി. അയാളുടെ അവസാനത്തെ പുസ്തകം എഴുതാന്ന്. അപ്പോൾ അയാള് ഈ ഒരു പ്രഖ്യാപനം നടത്തിയോടുകൂടി ലോകത്ത് വായിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. കാരണം പലരുടെയും ഫേവറേറ്റ് ആണ്. ഇയാൾ അവസാനത്തെ പുസ്തകം എഴുതാന്നൊക്കെ പറയുമ്പോൾ അത്രയും പബ്ലിഷേഴ്സും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് അവസാനത്തെ പുസ്തകമാണെന്നുള്ളൊരു മാർക്കറ്റിംഗ് കൊടുത്തു. ഇദ്ദേഹം ഈ പുസ്തകം എഴുതാനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഇദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് അദ്ദേഹത്തിന്റെ അമ്മക്ക് വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ 10ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് വേറെ ആരുമില്ല. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹം നാട് വിട്ടു, ഒരുപാട് നാടുകളിൽ പോയി, ഒരുപാട് മനുഷ്യരെ കണ്ടു, ഒരുപാട് ആൾക്കാരോടും ഇടപഴകി, ഒരുപാട് ജോലികൾ ചെയ്യുന്ന അദ്ദേഹം എഴുത്തുകാരനാകുന്നതും പുസ്തകങ്ങൾ എഴുതുന്നതും ലോക പ്രശസ്തി നടന്നതൊക്കെ. ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വേണ്ടി പുസ്തകം എഴുതുകയും അതേ പുസ്തകം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ എത്ര നേടിയിട്ടും ഞാൻ ഇന്നും നിന്നിൽ തന്നെയാണല്ലോ, എൻ്റെ സ്വർഗം നീ ഉള്ളതിലും എൻ്റെ നരകം നീ ഇല്ലായ്മയിലുമാണല്ലോ, ഇനിയും ഒരു 100 ജന്മം നിന്നോടൊപ്പം ആയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇതാണ് അദ്ദേഹം തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്ന അവസാനത്തെ വരികൾ. അവസാനത്തെ എഴുതാ അദ്ദേഹത്തിന്റെ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഒരു ഫെബ്രുവരി 14-നാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പ്രീ ബുക്കിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും ഈ പുസ്തകം എന്ത് ചെയ്യാം, ആ 14 തന്നെ കൈപ്പറ്റാൻ പറ്റും. അങ്ങനെ അമേരിക്കക്കാരനായിട്ടുള്ള ഒരാൾ ഈ പുസ്തകം വാങ്ങിക്കുകയാണ്. അദ്ദേഹം ഈ പുസ്തകം വാങ്ങിക്കുന്നത് തന്റെ കാമുകിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ലോക പ്രശസ്തിയുള്ള പുസ്തകമാണ്. തന്റെ കാമുകി നന്നായിട്ട് വായിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. തന്റെ കാമുകിക്ക് ഫെബ്രുവരി 14 ഈ പുസ്തകം കൊടുക്കണം, തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം, തന്റെ സ്നേഹം പറയണം. അദ്ദേഹത്തിന് ഈ പുസ്തകം കിട്ടിയപ്പോൾ അദ്ദേഹം ആദ്യം ഈ പുസ്തകം എഴുതുന്നത് വെച്ചാൽ ആദ്യം ഒന്ന് മറച്ചു വെക്കും. പെട്ടെന്ന് കിട്ടാവുന്ന വരികൾ മറച്ചു വെക്കും. അദ്ദേഹം അവസാനത്തെ പേജിലെത്തി. അവസാനത്തെ പേജിൽ ഈ വരികൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. എഴുത്തുകാരനെ ഈ വരികൾ ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. അദ്ദേഹം ചുവന്ന് മഷി എടുത്തിട്ട് ആ വരികളിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്.
ഞാൻ അദ്ദേഹം ഇത് ഭയങ്കര ഭംഗിയിലൊക്കെ പൊതിഞ്ഞിട്ട് തൻ്റെ കാമുകിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് തൻ്റെ കാമുകിയോട് ഈ പുസ്തകം കൊടുത്തു. കാമുകിക്ക് ഈ പുസ്തകം കിട്ടിയിട്ട് കാമുകി ഇങ്ങനെ നമ്മളെപ്പോഴും ഫസ്റ്റ് പേജ് വായിക്കുന്ന പോലെ തന്നെ നോക്കുന്ന പേജാണെന്ത്, അവസാനത്തെ പേജ്. അപ്പോൾ കാമുകി അവസാനത്തെ പേജിൽ ചുവന്ന വില കൊണ്ടുള്ള വരികൾ കാണാം. ഞാൻ ഈ വരികൾ വായിക്കുകയാണ്. ഞാൻ എത്ര നേടിയിട്ടും ഞാനിന്നും നിന്നെ തന്നെയാണല്ലോ. എൻ്റെ സ്വർഗം നീ ഉള്ളതിലും എൻ്റെ നരകം നീ ഇല്ലായ്മയിലുമാണല്ലോ. ഇനിയും ഒരു 100 ജന്മം നിന്നോടൊപ്പം ആയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇത് വായിച്ചതും അവരുടെ കണ്ണുകളിൽ നിന്ന് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തു, അവരെ സ്വീകരിച്ചു. അവരെ പറഞ്ഞു ഒരു വിവാഹം കഴിച്ചു. ഒരുപാട് വർഷം അവർ ജീവിച്ചു. ഈ സമയത്തൊക്കെ ആ എഴുത്തുകാരൻ ആ വരികളെ ഇങ്ങനെ താലോലിക്കുന്നുണ്ട്. തൻ്റെ അമ്മയുടെ ഓർമ്മ വെച്ചു. ഒരേ വരി വികാരം, സ്നേഹം. ഒന്ന് ഒരു മകനും അമ്മയും തമ്മിലുള്ളത്, രണ്ട് ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് തമ്മിലുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു വരിനെ എന്ത് ചെയ്യാം, 2 രീതിയിൽ കാണാം. അതായത് ചില മനുഷ്യന്മാർ മരിക്കണം നമുക്ക് ആഗ്രഹിക്കാം, അത് അയാൾ പ്രയാസപ്പെടുന്ന കണ്ടിട്ടായിരിക്കും. ചില മനുഷ്യന്മാർ കൊണ്ട് നമ്മൾ മരിക്കണം എന്ന് ആഗ്രഹിക്കാം. ഒരു വരിക്ക് നമ്മളെ വ്യത്യസ്ത രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടെടുക്കും. ഞാനൊരു വരി പറയാം. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മനുഷ്യന്മാർക്കാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മനുഷ്യന്മാർക്കാണ്. ആണോ? കാണാൻ തുറക്കൂ. ഇപ്പോ ഞാനിത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ആർക്കും ആ ഇഷ്ടപ്പെട്ട മനുഷ്യനുണ്ട് ആ വേദന ഉണ്ടാവില്ല. പക്ഷെ എന്തോ ഒരു കാലത്ത് ഒരു മനുഷ്യൻ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതിന്റെ വേദനന്റെ പൊലിവൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ വരി പറഞ്ഞ സമയത്ത് ഒരു കാരണമില്ലാതെ ആ ഒരു ഇൻസിഡന്റ് നമ്മൾ ആലോചിച്ചില്ലേ, ആ ഒരു മനുഷ്യനെ ആലോചിച്ചില്ല. അന്നത്തെ നമ്മുടെ സങ്കടത്തിന്റെ ചെറിയൊരു അംശം നമ്മൾ കൊടുക്കുന്നതിന് അത് ഈ എഴുത്തിന് കൊടുക്കാൻ പറ്റുന്ന സാധനം. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ഒരാൾ ആലോചിച്ച ഉമ്മാനെ കുറിച്ചിട്ടായിരിക്കും, വേറൊരാൾ ആലോചിച്ച ഫ്രണ്ടിനെ കുറിച്ചിട്ടായിരിക്കും, വേറെ ആലോചിച്ച ആമ്പിനെ കുറിച്ചിട്ടായിരിക്കും. ചെറിയ വരി വ്യത്യസ്ത ആൾക്കാരും. ഇത് നമ്മളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതേ പറഞ്ഞത് ഒരു വരിക്ക് ഒരു എഴുത്തിന് എങ്ങനെയും കൊടുക്കാൻ പറ്റും. ഞാനിങ്ങനെ ഒരു സാധനം എഴുതാറുണ്ട്. പണ്ടൊക്കെ ഞാൻ എഴുതുമ്പോൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് മേടിച്ചിട്ട് എന്നെ പറയും, ഞാൻ എന്ത് എഴുതി എന്നതിന് ഞാൻ ഉത്തരവാദിയാണ്, നിങ്ങളത് എങ്ങനെ വായിച്ചു എങ്ങനെ ഉൾക്കൊണ്ടു എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, എനിക്കിങ്ങനെ കിട്ടിയത് അതുകൊണ്ട് ചെയ്തത് ഇങ്ങനെയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓൻ പൊട്ടിക്കാരം. ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ അന്ന് ഇങ്ങനെ പുസ്തകം എഴുതിയിട്ടില്ല, പോട്ട് മാത്രം എന്ന പരിപാടിയാണ്. ഓളുടെ ആ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്, പെൺകുട്ടിയായിരുന്നു. ഓളെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, പക്ഷെ എൻ്റെ ഫ്രണ്ടിനോട് ആ എഴുത്ത് നിർത്താൻ പറഞ്ഞാണ്ടി. മനുഷ്യൻ ഇവിടെ പ്രണയം കൊട്ടി തേപ്പും കെട്ടി നിൽക്കുമ്പോൾ ഓൻ്റെ ഒരു വലക്കമ്മൽ എഴുത്തുണ്ട്. മീൻസ് തുറക്കാൻ വെച്ച എന്നാ ഇത് അൺഫോളോ ആക്കാന്ന് എഴുതിയാലോ, അൺഫോളോ ആക്കിയാലോ എക്സ്പ്ലോറർ വരും. എന്നിട്ട് അത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ബ്ലോക്ക് ആക്കി. അപ്പൊ ഓരോരുത്തന്മാര് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, ഓരോട് മര്യാദക്ക് നിർത്താൻ പറഞ്ഞു. പക്ഷെ അത് അപ്രീസിയേഷനാ. കാരണം ഞാൻ എങ്ങനെ എഴുതരുത് അറിയോ, പണ്ടൊരു ട്രോൾ വന്നിരുന്നു സലീം കുമാറിന്റെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, സലീം കുമാറിൻ്റെതല്ല മറ്റേ ഫാദുമ സലീമിന്റെ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന മഹേഷിന്റെ പ്രതികാരത്തിലൊരു പെൺകുട്ടിനെ ആലോചിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു ചിത്രം വെച്ചിട്ട് ഇല്ലാത്ത കാമുകി ആക്സിഡന്റിൽ മരിച്ചു പോയതായിട്ട് ചിന്തിച്ച് പാട്ട് കേട്ട് ആ ഇമോഷൻ എടുക്കുന്ന ഞാൻ പാട്ടെന്ന് പറയും. ഓ ഞാൻ ഈ സാധനം കേൾക്കും ഞാനും അതേപോലെ തന്നെ. സോ ഇത് കഴിഞ്ഞപ്പോ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഒരേ സാധനം ഈ ആയിരങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു നഷ്ടപ്രണയം ഇല്ലെങ്കിൽ പോലും വെറുതെ ആലോചിക്കും. നമുക്ക് ആൾക്കാരുടെ ഇമോഷൻസിൽ എന്താ സംഭവം. ഇൻലൈൻ ലെറ്റർ ഒക്കെ കൊടുക്കുമ്പോൾ അതിനൊരു പശ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഒട്ടിക്കുന്ന രണ്ടു ഭാഗം, പിന്നീട് പറിച്ചാലും പ്രശ്നം വരാത്ത അതിന് റോള് കിട്ടും. ഞാൻ എന്ത് ചെയ്തു, അതിന്റെ എൻഡില് റോള് അവസാനത്തെ പേജും ചട്ടിയും തമ്മിൽ മുട്ടിച്ചു വെച്ചു. എന്നിട്ട് ഓളോട് പറഞ്ഞ് എന്ത് ചെയ്യണം, ഇതിന്റെ എൻഡാണ് ഇതിന്റെ ഏറ്റവും മെയിൻ തീം എന്ന് പറയുന്നത്. ഇപ്പൊ എൻ്റെ അങ്ങനെ തന്നെ വായിക്കണം,
അല്ലാതെ എനിക്ക് പെട്ടെന്ന് പോയി വായിച്ചു നോക്കരുത്. ക്ലൈമാക്സ് ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു രസം ഉണ്ടാവില്ല. ഞാൻ തന്നെ വായിക്കണം തന്നെ. എന്നിട്ട് ഞാൻ നോക്കി ഈ പുസ്തകം സമ്മാനമായിട്ട് കൊടുത്തു. അവൾക്ക് കിട്ടിയ ഏറ്റവും നല്ല പുസ്തകം അല്ലെങ്കിൽ നല്ലൊരു സമ്മാനം തന്നെയാണ്. അവൾ ആഗ്രഹിച്ച പുസ്തകമാണ്. അങ്ങനെ പുസ്തകം വായിച്ച അവസാനത്തേക്ക് എത്തുമ്പോൾ എൻ്റെ എത്തുമ്പോഴാണ് ഞാനിങ്ങനെ സർപ്രൈസ് വെച്ചിരുന്നത്. പക്ഷെ എന്താണ് സർപ്രൈസ് എന്ന് വെച്ചാൽ ഞാനൊരു ഡെവലപ്പറാണ്. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഞാൻ ഈ സ്റ്റിക്കി നോട്ട് പോലത്തെ ഒരു പേപ്പറിൽ, ഒരു കളർ പേപ്പറിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഒട്ടിച്ചിട്ട് ചട്ടയോട് ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ആ പേജ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചത്, അതായത് ഈ പേജുകൾ ഇങ്ങനെ ഇതിമൊക്കെ ഒട്ടിച്ച് വെച്ചേക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ട്, പ്രിന്റ് ചെയ്തിട്ട് അങ്ങനത്തെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സാധനം പറഞ്ഞത് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കഴിഞ്ഞിട്ട് ഓളോട് പറഞ്ഞ് ഇത് ആളെ, അതായത് എഴുതിയ ആളേക്കുള്ള ഡയറക്റ്റ് സാധനമാണ്, റിവ്യൂ ആണെങ്കിൽ കൊടുക്കാം, ഒരു സ്പെഷ്യൽ സാധനമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഓളോട് ഇത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വായിച്ചിട്ട് മാത്രമേ അതിൻ്റെ അപ്പോൾ ഇവിടെ ഇതിമ എഴുതിയിട്ടുണ്ട് പ്ലീസ് സ്കാൻ ആൻഡ് റിവ്യൂ എന്നുള്ള സാധനം ഉണ്ട്. ഇവിടെ ഇത് സ്കാൻ ചെയ്തിട്ട് ഇത് പോകുന്ന ക്യാൻവാസിൽ എന്താ അറിയാം, വിൽ യു ബി മൈ ഖദീജ. ഞാൻ പോലും എനിക്ക് പോലും അല്ല, അത് റൊമാൻറ്റിക്കാ. ഓരോ മനുഷ്യൻ അത് നിങ്ങൾ ആലോചിക്കും, ഭയങ്കര രസമല്ലേ. അതായത് ഇത്രയും ഇമോഷണൽ ആ കഥ കഴിയുമ്പോൾ ഖദീജ എന്ന് പറയുന്ന ക്യാരക്ടർ പലർക്കും ഭയങ്കര ഇമോഷണലി ആണ്. അപ്പൊ ഓളോട് പറയാം, നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇമോഷൻ കിട്ടി മനസ്സ് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിൽ QR ഒരാളും അല്ലാതെ പോയിട്ട് QR പോയിട്ട് ഇതാക്കൂല. ആ ഇമോഷണലിയും അബൂക്ക എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഫേസ് എപ്പോഴും ഉണ്ടാവും, ഖദീജക്ക് ഒരു ഫേസ് ഉണ്ടാവും, ആയിഷക്ക് ഒരു ഫേസ് ഉണ്ടാവും. ഇപ്പം പറയുന്നുണ്ട് എന്റെ ഫ്രണ്ടാണ്, എനിക്ക് ഇഷ്ടമാണ്, എന്റെ പല കാര്യങ്ങളും അതൊക്കെ ഇതിനടുക്ക് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി പറയുന്നുണ്ട്. ലാസ്റ്റ് ഇപ്പം കൊടുക്കുന്നത് ഖദീജ അപ്പഴും അബു ഇവനാണ്, ഖദീജ അങ്ങനത്തെ സാധനമില്ല. ആയിഷ ഇപ്പൊ ഇവനെ അബുവിന്റെ ഫേസിലേക്ക് വെക്കുമ്പോഴാണ് ആയിഷ ബാക്കി കാര്യങ്ങളൊക്കെ വരാം, ഒരു ഹസനും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ ലാസ്റ്റ് ഇവൻ ചോദിക്കുന്നത് മൈ ഖദീജ. അത് ചോദിക്കുമ്പോൾ ആ ഇമോഷൻ എന്തായിരിക്കും? എനിക്ക് നല്ല കുയ്ത്തുണ്ടായിരുന്നു സീരിയസ്ലി. കാരണം എനിക്ക് പക്ഷെ ഓൾ എസ് പറഞ്ഞു, ഒരു വീട്ടില് പറഞ്ഞു, നാട്ടിൽ വന്നിട്ട് കാണാതെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും എനിക്കറിയില്ല. അത് എന്താ വെച്ചാൽ ഇതൊന്നും നമ്മള് പുസ്തകം എഴുതുമ്പോൾ ആലോചിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഒരു പ്രണയം എങ്ങനെയാണ് അയാൾ ഇംപ്ലിമെന്റ് ചെയ്തതെന്നല്ല, ആ ഇമോഷനെ കറക്റ്റ് സെല്ല് ചെയ്തു. ഞാൻ അങ്ങനെ പറയാം. അത് അങ്ങനെ പറയുമ്പോ വായിച്ച എഴുതി ഞാനും വായിച്ച അതൊരു രസമുള്ളൊരു കഥയായിരുന്നു. കാരണം ഓരോ മനുഷ്യന്മാർ ചിലപ്പോ ഓരോ ലൈഫിൽ വന്നൊരു ഗസ്ട്രോളായിരിക്കും അല്ലേ, ഒരു പുസ്തകം ഗസ്ട്രോളായി. ഓരോന്നിനും ഓരോ നിയോഗം ഉണ്ട്. ചിലരൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളാ ടൂറിന് പോയപ്പോഴാണ് കണക്റ്റഡ് ആയത്, ഓരോ നിയോഗങ്ങളായിരിക്കും. ഇത് ഞാൻ അടുത്ത കഥക്കളോ ഒപ്പുണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ടോ. സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെട്ടൊരു പെൺകുട്ടി ഉണ്ട്. അത് ഇതേപോലെ ഞാൻ ദുബായിൽ നിന്ന് വരാൻ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഇങ്ങോട്ടൊരു കാര്യം പറയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട്. എന്താണെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ 9 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി കോമഡി ആയി മനുഷ്യനാണ്. അപ്പോ ആ ഒരു സാധനം എടുത്തു. ഞാൻ 9 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ട് കോമഡി ആയ മനുഷ്യനാണ്. പക്ഷെ അതെന്താ അങ്ങനെ പറഞ്ഞു ചോദിച്ചു. അത് ഞാനേ ഇപ്പോൾ ഭയങ്കര കൂളായിട്ട് പറഞ്ഞു. ഞാൻ തൂങ്ങി ചാവാൻ നോക്കുമ്പോ ആരെയൊക്കെ ഡോറ് തുറന്നു വരും, കത്തി കൈവച്ച് വെക്കുമ്പോ ആരെയൊക്കെ ഡോറ് തുറന്നു വരും. ഇത് ഔട്ട് ചെയ്യരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയണം. കാരണം ഓരോത് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പേര് പറഞ്ഞു നമ്മൾ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു അതിന്റെ ഫോൺ, അതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ ഔട്ട് ചെയ്യില്ല. അപ്പോ കെയർ ചെയ്തോ എടുത്തോ പണിന്റെ ഓർമ്മ അതിലധികം ഉണ്ടാവോ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇവള് ഇതിനോട് പറയാം. അപ്പൊ ഇവളിനോട് പറഞ്ഞു, ഇവരൊക്കെ ഈ 9-10 പ്രാവശ്യം ഞാൻ സൈലന്റ് ആയി, എന്തിനാണ് ഞാൻ സൈലന്റ് ആയി പോകുന്നത്, ഞാൻ എന്തിനാ ട്രോമയില് പെട്ടിട്ട് പോകുന്നതെന്നൊന്നും എനിക്കറിയൂല. ഞാൻ ഒരുപാട്
കൗൺസിലിങ്ങിന് പോയി ഒരുപാട് അറ്റംപ്റ്റുകൾ നടന്നു. അതായത് കൗൺസിലിങ്ങിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അറ്റംപ്റ്റുകൾ നടത്തുന്നുണ്ട്. എന്നെ ഓരോ പ്രാവശ്യം ആൾക്കാർ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും ഒക്കെ പറയുന്നത് ഈ പരമാവധി എൻഗേജിങ് ആയി നിൽക്കുന്നത്, പുസ്തകങ്ങൾ വായിക്കുകയും യാത്രകൾ പോകും, സിനിമകൾ കാണും, അങ്ങനെ പലതും ചെയ്യും. അങ്ങനെ എൻഗേജിങ് ആയിരിക്കും. ഇന്നേ വരെ എന്നെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്തില്ല. പക്ഷെ ഖദീജ വായിച്ചിട്ട് ഞാൻ കരഞ്ഞു. ഞാൻ എന്തിനാ കരഞ്ഞതെന്ന് പോലും അറിയാതെ ഞാൻ ഒരു ദിവസം മുഴുവൻ കരഞ്ഞു. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ പറ്റുമോ, ഞാനിനി ഒരിക്കലും ഞാൻ എടുക്കുന്ന തീരുമാനം കൊണ്ട് മരിച്ചു പോകില്ല. ഞാനിപ്പോഴും പടച്ചവനോട് പറയുന്നത് എൻ്റെ ഓരോ ശ്വാസവും നിങ്ങൾക്കുള്ള പ്രാർത്ഥന ആവണേ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ മനസ്സ് തട്ടി ഞാൻ പറയുന്ന കാര്യം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ശരിക്ക് ഞാൻ ആയിരിക്കും ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. മേ ബി ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു കണ്ട കൗൺസിലിങ്ങും തെറാപ്പികളും ഹീലിംഗ് പരിപാടികളും ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും അവർ ഹീൽ ചെയ്ത് വരുന്നുണ്ടാവും. പക്ഷെ അതിനെ ഓരോളിൽ നിന്ന് കരയിക്കാനുള്ള ഒരു പൊട്ടിക്കലിനെ മേ ബി നമ്മളൊരു കാരണമായിട്ടുണ്ടാവും. ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ എനിക്കൊരു പുസ്തകം എഴുതണം എന്നുള്ളൊരു തീരുമാനം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഉദ്ദേശം, ഒരു നിയോഗം മാത്രമേ ഞാൻ മുന്നിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഒരു മനുഷ്യനെ ഒരു പുസ്തകം കൊണ്ട് നാളെ സ്വന്തം സൂയിസൈഡ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും ഒരു പുസ്തകം കൊണ്ട് വിചാരിച്ചിട്ടില്ല. ഞാൻ എഴുതുന്ന സമയത്ത് രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ജീവിതസഖികളാകും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഏതൊക്കെയോ കുറെ മനുഷ്യന്മാര് വായന തുടങ്ങുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കെന്താ പുസ്തകം? അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മാത്രം ജീവിതമാണ്. നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് വേറെ ആരൊക്കെയോ എവിടേക്കോ ജീവിച്ചു പോകുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പ്രണയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു പോയത്, നമ്മളെ ബെനിഫിറ്റ് നോക്കുന്നത്. ഞാൻ ഒരിക്കലും പുസ്തകം എഴുതുമ്പോൾ വേറെ ആളുടെ ബെനിഫിറ്റ് ആലോചിച്ചിട്ടില്ല, എൻ്റെ മാത്രം ബെനിഫിറ്റ് ആലോചിക്കുന്നു. എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത്ര ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ഞാനിതാ സമൂഹത്തിന് വേണ്ടി നന്മക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്ന ഖുർആനൊന്നുമല്ല, സമൂഹത്തിന് നന്മക്ക് വേണ്ടി സാധനമല്ല, ആരെ ഇൻഫ്ലുവൻസ് എഴുതാൻ വേണ്ടി എഴുതുന്നില്ല. ഇതിന് എൻ്റെ പക്ഷെ ഒരു എഴുതുന്ന ഒരാളെന്നൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞാൻ കിടക്കുന്നു. അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഒരു കല്ല്, ഞാനിപ്പോൾ റോട്ട് വരെയുള്ള ഒരു കല്ലെടുത്ത് തീർക്കുക, നാളെ ഓടി വരുന്ന അല്ലെങ്കിൽ ഭയങ്കര സ്പീഡ് വരുന്ന ഒരു ബൈക്കുകാരൻ മേ ബി എന്റെ കാലുവില കല്ല് തട്ടിയിട്ട് വേദനിച്ചിട്ടായിരിക്കും ഞാനത് ദേഷ്യത്തിലേക്ക് ആ കല്ല് തട്ടിയിടുന്നത്. മേ ബി ബാക്കിൽ വരുന്ന ഒരു ബൈക്കുകാരൻ ചിലപ്പോൾ അത് തട്ടിയിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ആ സാധ്യത അയാൾക്ക് ഉണ്ടാവാവുന്ന ആ വേദന എൻ്റെ കാലിലുള്ള ചെറിയ വേദന ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. മേ ബി എൻ്റെ പുസ്തകം DC പബ്ലിക് പോലെ പബ്ലിഷർ ഏറ്റെടുത്തത് ഇത്രയും ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണെങ്കിലോ. ഇപ്പം ആലോചിച്ച് നോക്കി, ആ ഷെറാണോ ഹൈറാണോ? നമ്മളൊക്കെ എവിടേക്കോ കണക്റ്റഡ് അല്ലേ? ശരിക്കുണ്ടല്ലോ നമ്മളൊക്കെ മൈ ലൈഫ് മൈ റൂൾസ് ഒക്കെ വെറുതെ അതിന് മുമ്പത്തെ പരീക്ഷകളും നോക്കിയ പോർഷനിൽ കിട്ടുന്നുണ്ടാവും. മനുഷ്യർക്ക് സ്നേഹവും കരുതലും നൽകാൻ, മനസ്സിൽ സൂക്ഷിക്കാൻ, അവർ നമ്മളെ തിരിച്ചു സ്നേഹിക്കണമെന്നോ നമ്മുടെ ജീവിതത്തോട് എല്ലാ കാലത്തും ചേർന്ന് നിൽക്കണമെന്നോ നിർബന്ധമില്ലെന്ന് തോന്നുന്നു. എത്ര മനോഹരമായാണ് ഓരോ മനുഷ്യരും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത്. അതാണ് അതിന്റെ പൂർണ്ണത. എല്ലാ കാലത്തും നമ്മളെ മനുഷ്യന്മാരെ നമ്മളെടുത്ത് നിലനിൽക്കണമെന്നില്ല, എപ്പോഴും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കണമെന്നില്ല. ചേർന്ന് നിന്നാലും ചെയ്യണം നമ്മൾ ചില മനുഷ്യന്മാരൊക്കെ സ്നേഹിക്കുകയും ചെയ്യും, ചില മനുഷ്യന്മാരെ സ്നേഹിക്കപ്പെടുകയും.